ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ RMS ആൻഡ് ആവറേജ് വാല്യൂസ്, ഡിഫറെൻറ്റ് വേവ് ഫോംസിൻ്റെ RMS ആൻഡ് ആവറേജ് വാല്യൂസ് ആണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഇതിനൊരു പ്രോബ്ലം ഇത് നിങ്ങൾക്ക് ഞാൻ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ലിൻവൈസിൽ ആഡ് ചെയ്യാം. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാം. ഓക്കെ, എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ഇത് ചെയ്തിട്ട് ലിൻവൈസിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടിട്ടില്ല, ഇന്ന് ക്വസ്റ്റ്യൻ ഇടും. സോ അത് കഴിഞ്ഞിട്ടാകുമ്പം ലിൻവൈസിൽ അപ്ലോഡ് ചെയ്യാം, ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്യും. സോ അത് നോക്കിയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞു തരാം. അപ്പം നിങ്ങളതൊന്ന് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേവ് ഫോം. Okay, a full wave rectified sinusoidal voltage is clipped at 1/√2 of its maximum value. Calculate the average and RMS values of such a voltage. Okay, so ഒരു full wave rectified waveform നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. Okay, so rectified waveform ആണ് തന്നിരിക്കുന്നത്. Then rectified waveformന്റെ ഹാഫിൽ വെച്ചിട്ട് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ വേവ്ഫോമിൽ, ഈ തന്നിരിക്കുന്ന വേവ്ഫോമിൽ റെക്ടിഫൈഡ് മീൻസ് എന്താണ്? പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും പോസിറ്റീവ് വേവ് ഫോം. ഓക്കെ, സോ ഇതാണ് വേവ് ഫോം, റെക്ടിഫൈഡ് വേവ് ഫോം. സോ ഈ തന്നിരിക്കുന്ന വേവ് ഫോമിൽ ക്ലിപ്ഡ് വേവ് ഫോം മീൻസ് ഇവിടുന്ന് മാഗ്നിറ്റ്യൂഡ് ഇത്ര വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മാഗ്നിറ്റ്യൂഡ് ക്ലിപ്പ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ തന്നിരിക്കുന്ന വേവ് ഫോം. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരു തവണ 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഓക്കെ, സോ ഇതാണ് തന്നിരിക്കുന്ന വേവ് ഫോം. ഇതാണ് റെക്ടിഫൈഡ് വേവ് ഫോം. ദെൻ ആ റെക്ടിഫൈഡ് വേവ് ഫോമിനെ ക്ലിപ്ഡ് മീൻസ് ഇവിടുന്ന് ക്ലിപ്പ് ചെയ്തേക്കുന്നു. അതായത് ഇതാണ് നിങ്ങളെ തന്നിരിക്കുന്ന വേവ് ഫോം. 0 ടു ഈ വാല്യൂ വരെ Vm/√2. ദെൻ ഇവിടുന്ന് ക്ലിപ്പ് ചെയ്തു അപ് ടു ദിസ് പോയിന്റ്. ദെൻ സൈനുസോയിഡൽ വേവ് ഫോം തന്നെ. ദെൻ അഗെയിൻ ഇത് ഇൻക്രീസ് ചെയ്ത് വന്നു, ഇവിടെ എത്തിയപ്പോഴത്തേക്കും ക്ലിപ്പ് ചെയ്തു ഇവിടത്തേക്ക് എത്തി. ഓക്കെ, സോ ഇതാണ് തന്നിരിക്കുന്ന വേവ് ഫോം. അപ്പോൾ ഈ തന്നിരിക്കുന്ന വേവ് ഫോമിൻ്റെ എന്തെല്ലാം കാൽക്കുലേറ്റ് ചെയ്യണം? ആവറേജ് വാല്യൂ ആൻഡ് RMS വാല്യൂ. ഓക്കെ, സോ യു ഹാവ് ടു കാൽക്കുലേറ്റ് ആവറേജ് വാല്യൂ ആൻഡ് RMS വാല്യൂ ഓഫ് ദി ഗിവൺ വേവ് ഫോം. ഓക്കെ, സോ ആവറേജ് വാല്യൂ ആൻഡ് RMS വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇക്വേഷൻസ് അറിയാം. ഓക്കെ, സോ RMS വാല്യൂ ആണെങ്കിൽ VRMS ഈക്വൽ ടു √1/t integral 0 to t v of t square dt. ഓക്കെ, അതുപോലെ ആവറേജ് വാല്യൂ ആണെങ്കിൽ നമുക്ക് അറിയുന്ന വേവ് ഫോം, അതായത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏരിയ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇതിലിപ്പം ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് യു ഹാവ് ടു യൂസ് ദി ആവറേജ് വാല്യൂ ഇക്വേഷൻ, അതായത് വി ആവറേജ് ഈക്വൽ ടു 1/t integral 0 to t v of t dt. ഓക്കെ, സോ ആ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് യു ക്യാൻ കാൽക്കുലേറ്റ് RMS വാല്യൂ ആൻഡ് ആവറേജ് വാല്യൂ. ഓക്കെ, സോ RMS വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിലും ആവറേജ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിലും യു ഹാവ് ടു നോ ദി വോൾട്ടേജ് ഇക്വേഷൻ, അതായത് ഈ വേവ് ഫോമിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഇക്വേഷൻ കിട്ടിയാലും മാത്രമേ നിങ്ങൾക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? RMS വാല്യൂ ആൻഡ് ആവറേജ് വാല്യൂ. ഓക്കെ, അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഇക്വേഷൻസ് വരുന്നത് നോക്കാം. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒരു സൈനുസോയിഡൽ വേവ് ഫോം ആണെങ്കിൽ ഡയറക്റ്റ് V of t ഈക്വൽ ടു Vm sin ഒമേഗ t എന്ന് എഴുതും. ഓക്കെ, പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഒരു റെക്ടിഫൈഡ് വേവ് ഫോം ആണ്. ദെൻ ആ റെക്ടിഫൈഡ് വേവ് ഫോം ആണെങ്കിലും ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലിപ്ഡ് വേവ് ഫോം ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് വേവ് ഫോമിന്റെ ഇക്വേഷൻ ആദ്യം എഴുതണം. ഓക്കെ, ദെൻ ഇതിൽ ടൈം പീരീഡ് എത്രയാണ് വരിക? വേവ് ഫോം ഏത് കഴിഞ്ഞിട്ടാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്? ഈ തന്നിരിക്കുന്ന വേവ് ഫോമിന്റെ ടൈം പീരീഡ്, അതായത് ക്യാപിറ്റൽ T വാല്യൂ എന്താ വരിക? വാട്ട് ഈസ് ദി ടൈം പീരീഡ് ഓഫ് ദിസ് വേവ് ഫോം? ക്യാപിറ്റൽ T. പൈ. ഓക്കെ, പൈ ആണ് ഇതിന്റെ ടൈം പീരീഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇതിൽ നോക്കുക, 0 ടു പൈ വരെ ഒരു വേവ് ഫോം, അതേ വേവ് ഫോം തന്നെയാണ് അഗെയിൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, സോ ഏത് കഴിഞ്ഞാലാണ്, ഏത് ടൈം കഴിഞ്ഞാലാണ് ആ വേവ് ഫോം റിപ്പീറ്റ് ചെയ്ത് വരുന്നത് നോക്കുക. അതാണ് ആ തന്നിരിക്കുന്ന വേവ് ഫോമിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 0 ടു പൈ വരേക്കും ഒരു വേവ് ഫോം ഉണ്ട്, അതേ വേവ് ഫോം തന്നെയാണ് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന വേവ് ഫോമിന്റെ ടൈം പീരീഡ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ T ഈക്വൽ ടു എന്ത് വരും? പൈ വരും. ഓക്കെ, അപ്പോൾ ടൈം പീരീഡ് വരെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് VRMS ആണെങ്കിലും ഇൻ്റഗ്രൽ 0 ടു t v of
ടി സ്ക്വയർ ഡി ടി. ഓക്കെ, അതായത് ആർ എം എസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതാണ് ആർ എം എസ് വാല്യൂയുടെ ഇക്വേഷൻ, √1/t ഇന്റഗ്രൽ 0 to t v of t square dt. ഓക്കെ, അപ്പോൾ ഇത് ഈ വേവ് ഫോം ഏത് വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം? 0 to t, അതായത് ടൈം പീരീഡ് വരേക്കും ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ടൈം പീരീഡ് വരേക്കും ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഈ v of tന്റെ ഇക്വേഷൻ അറിയണം. 0 to t വരേക്കും v of tയുടെ ഇക്വേഷൻ എന്താണെന്ന് അറിയണം. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ടൈം പീരീഡ് പൈ ആണ് ടൈം പീരീഡ്. ഓക്കെ, അപ്പോൾ 0 to പൈ വരെ ഈ തന്നിരിക്കുന്ന വേവ് ഫോമിന് സൈനുസോയിഡൽ ഫംഗ്ഷൻ ആയിട്ടാണോ വരുന്നത്? നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേവ് ഫോം നോക്കുക. വേവ് ഫോമിന് 0 to പൈ വരേക്കും ഒരേ വേവ് ഫോം ആണോ വരുന്നത്? സൈനുസോയിഡൽ വേവ് ഫോം അല്ല വരുന്നത്. ഓക്കെ, അതായത് ഈ 0 to പൈ വരേക്കും π/4 വരേക്കും സൈനുസോയിഡൽ വേവ് ഫോം ആണ്. ദെൻ അത് കഴിഞ്ഞിട്ട് π/4 to 3π/4 ഒരു കോൺസ്റ്റന്റ് വാല്യൂ. ദെൻ 3π/4 to പൈ അഗെയിൻ സൈനുസോയിഡൽ വേവ് ഫോം. ഓക്കെ, അപ്പം 3 റീജിയൻസ് ആയിട്ട് ഈ വേവ് ഫോമിന്റെ ഇക്വേഷൻ നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതണം. ഓക്കെ, അപ്പോൾ വേവ് ഫോമിന്റെ ഇക്വേഷൻ ഈ രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. അതായത് 0 to നമ്മുടെ ടൈം പീരീഡ് എത്രയാണ്? 0 to പൈ ആണ് ടൈം പീരീഡ്. ഓക്കെ, 0 മുതൽ പൈ വരെയാണ് ടൈം പീരീഡ് തന്നിരിക്കുന്നത്. ഈ ടൈം പീരീഡിനകത്ത് തന്നെ വേവ് ഫോം 3 രീതിയിലാണ് ഇതിന്റെ വേരിയേഷൻ വരുന്നത്. അതായത് 0 to π/4 വരേക്കും എന്താണ്? സൈനുസോയിഡൽ വേവ് ഫോം ആണ്. ഓക്കെ, സോ അതാണ് when theta is in between 0 and π/4 v equal to vm sin theta. ഓക്കെ, സൈനുസോയിഡൽ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? vm sin theta എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 0 to π/4 വരേക്കും ഇക്വേഷൻ എന്ത് വരും? vm sin theta. ഓക്കെ, ഇനി π/4 എത്തിക്കഴിഞ്ഞാൽ എന്തായി? മാഗ്നിറ്റ്യൂഡ് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഓക്കെ, π/4 to 3π/4 വേവ് ഫോം എന്താണ്? ഒരു കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ് ആണ്. ഇതിനകത്ത് തന്നിരിക്കുന്ന എത്രയാണ്? vm/√2. ഓക്കെ, π/4 to 3π/4 v ഈക്വൽ ടു എന്ത് വരും? vm/√2. അതായത് vm/1/√2 0.707 കിട്ടും. അത് കാൽക്കുലേറ്ററിൽ കിട്ടുന്ന വാല്യൂ ആണ്. ഓക്കെ, ദെൻ അഗെയിൻ 3π/4 to പൈ എന്താവും? സൈനുസോയിഡൽ ഫംഗ്ഷൻ ആവും. ഓക്കെ, 3π/4 to പൈ വരേക്കും സൈനുസോയിഡൽ ഫംഗ്ഷൻ. അതാണ് 3π/4 to പൈ v ഈക്വൽ ടു vm sin theta. അപ്പോൾ തന്നിരിക്കുന്ന വേവ് ഫോമിന്റെ ഇക്വേഷൻ ടൈം പീരീഡ് വരെയൊക്കെ എഴുതുമ്പോൾ 3 ഫംഗ്ഷൻ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതണം. ഓക്കെ, 0 to π/4 വരേക്കും vm sin theta, then π/4 to 3π/4 vm/√2, and from 3π/4 to പൈ vm sin theta. ഓക്കെ, ഇനി എന്ത് വേണം? ഈ ഇക്വേഷൻ വേണം നിങ്ങളുടെ ആർ എം എസ് വാല്യൂയിലും ആവറേജ് വാല്യൂയിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആർ എം എസ് വാല്യൂൻ്റെ ആവറേജ് വാല്യൂ ആണ് നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ വി ആവറേജ്. ഓക്കെ, സോ വി ആവറേജിൻ്റെ ഇക്വേഷൻ എന്താണ്? നമുക്കറിയുന്ന ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ വി ആവറേജ് ഈക്വൽ ടു 1/t ഇൻ്റഗ്രൽ 0 to t v of t dt. Okay, so this is the equation for calculating v average of waveform. Okay, so v average equal to 1/t integral. ആദ്യം ഈ ഇക്വേഷൻ എഴുതണം. ഓക്കെ, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ v average equal to 1/t integral 0 to t v of t dt ആണ്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന വേവ് ഫോമിൽ ക്യാപിറ്റൽ ടി എന്താണ്? ടൈം പീരീഡ് പൈ ആണ്. സോ അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. ഓക്കെ, 1/π. ദെൻ ഇൻ്റഗ്രൽ 0 to t, അതായത് ഇൻ്റഗ്രൽ 0 to t പറയുമ്പോൾ എന്താണ്? ഇൻ്റഗ്രൽ 0 to പൈ ആണ്. അപ്പോൾ 0 to പൈ വരെ ഒറ്റ ഫംഗ്ഷൻ ആയിട്ട് ഈ വേവ് ഫോമിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ 0 to പൈ എന്നുള്ളതിന് എന്തായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും? 3 റീജിയൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതായത് ഇൻ്റഗ്രൽ 0 to π/4 v d theta, ദെൻ പ്ലസ് ഇൻ്റഗ്രൽ π/4 to 3π/4 v d theta പ്ലസ് 3π/4 to പൈ v d theta. ഓക്കെ, അതായത് ഇൻ്റഗ്രൽ 0 to പൈന് 3 റീജിയൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. 0 to പൈക്ക് പകരം 0 to π/4, ദെൻ π/4 to 3π/4, ദെൻ 3π/4 to പൈ. ഓക്കെ, സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇൻ്റഗ്രൽ 0 to π/4 v d theta പ്ലസ് ഇൻ്റഗ്രൽ π/4 to 3π/4 പ്ലസ് 3π/4 to പൈ. അപ്പോൾ 0 to പൈ ആയല്ലോ. ഇവിടെ ഫസ്റ്റ് കേസിൽ 0 to π/4 എടുത്തു, ദെൻ π/4 to 3π/4, ദെൻ 3π/4 to പൈ.
ഓക്കെ, കംപ്ലീറ്റ് ഒരു ടൈം പീരീഡിനുള്ള ഇക്വേഷനായി. ഇനി എന്ത് ചെയ്യാം, ഓരോ റീജിയനിലുള്ള ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് 0 to π/4 എന്താ വരുന്നത്, 0 to π/4 Vm sin theta. ഓക്കെ, സോ 1/π ഇന്റഗ്രൽ 0 to π/4 Vm sin theta d theta പ്ലസ് π/4 to 3π/4 എന്താ വാല്യൂ വരിക, Vm/√2, അതായത് 0.707 Vm. ഓക്കെ, സോ π/4 to 3π/4 0.707 Vm d theta പ്ലസ് അടുത്ത റീജിയനിൽ എന്ത് വരും, അഗെയിൻ Vm sin theta ഇന്റഗ്രൽ 3π/4 to π Vm sin theta d theta. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യാം, ഇത് 3 ഇന്റഗ്രൽ ഉണ്ട്, ഈ 3 ഇന്റഗ്രലിനെയും ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അതായത് ഫസ്റ്റ് ഇന്റഗ്രൽ എന്ത് വരും, Vm sin theta d theta. ഓക്കെ, Vm കോൺസ്റ്റന്റ് ആണ്, ദെൻ ഇന്റഗ്രൽ ഓഫ് sin theta cos theta വരും, ദെൻ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. പ്ലസ് അടുത്തതിൽ 0.707 Vm കോൺസ്റ്റന്റ് വാല്യൂ, ദെൻ ഇന്റഗ്രൽ d theta പറയുമ്പം തീറ്റ വരും, ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ദെൻ നെക്സ്റ്റ് Vm sin theta ആണ്, സോ കോൺസ്റ്റന്റ് Vm, ദെൻ sin theta ആൻഡ് ഇന്റഗ്രൽ cos theta, ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഓക്കെ, ഇപ്പൊ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് വരും. അതായത് എല്ലാറ്റിലും Vm ഉണ്ട്, സോ അതാണ് Vm പുറത്തേക്ക് എടുത്തിരിക്കുന്നത്, Vm/π. ദെൻ ഫസ്റ്റ് ഓക്കെ, സൈൻ തീറ്റേന്റെ ഇന്റഗ്രൽ എന്താ, മൈനസ് കോസ് തീറ്റ അല്ലേ, സോ സൈൻ തീറ്റേന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് തീറ്റ ആണ്, സോ മൈനസ് കോസ് തീറ്റ 0 to π/4 ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ദെൻ അടുത്ത ടേമിൽ തീറ്റ വരും, ലിമിറ്റ് π/4 to 3π/4. ദെൻ നെക്സ്റ്റ് സൈൻ തീറ്റേന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് തീറ്റ π to 3π/4. സോ ലിമിറ്റ് അപ്ലൈ ചെയ്യാം, നിങ്ങൾക്ക് ഈ വാല്യൂ കിട്ടണം. ഓക്കെ, അതാണ് ആവറേജ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി RMS വാല്യൂവിന്റെ കേസിലോ, RMSൽ സെയിം, RMSന്റെ ഇക്വേഷൻ എഴുതാം. RMS വാല്യൂവിന്റെ ഇക്വേഷൻ എന്താണ്, VRMS ഈക്വൽ ടു √1/t ഇന്റഗ്രൽ 0 to t V of t dt. സർ V of t അല്ല, ഇവിടെ V of സ്ക്വയർ വേണം. ഓക്കെ, സോ VRMS ഈക്വൽ ടു √1/t ഇന്റഗ്രൽ 0 to t V of t സ്ക്വയർ dt. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ തീറ്റയാണ് വേരിയബിൾ ആയിട്ട് എടുത്തിരിക്കുന്നത്, ആൻഡ് ടൈം പീരീഡ് t ഈക്വൽ ടു പൈ. ഓക്കെ, സോ ടിക്ക് പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ ഇന്റഗ്രൽ 0 to π V of tക്ക് പകരം V of theta സ്ക്വയർ d theta. ഓക്കെ, ഇനി 0 to πനെ നമ്മൾ എന്ത് ചെയ്യും, 3 ഇന്റർവെൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. സോ 1/π ഇന്റഗ്രൽ 0 to π/4. 0 to π/4 വേവ് ഫോമിന്റെ ഇക്വേഷൻ എന്തായിരുന്നു വന്നത്, Vm sin theta ആണ്. ഓക്കെ, സോ Vm sin theta സ്ക്വയർ d theta പ്ലസ് അടുത്ത ഇന്റർവെല്ലിൽ π/4 to 3π/4 0.707 Vm സ്ക്വയർ d theta പ്ലസ് നെക്സ്റ്റ് ഇന്റർവെല്ലിൽ Vm sin theta തന്നെ. ഓക്കെ, സോ 3 ഇന്റർവെല്ലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി ഇന്റഗ്രേഷനാണ്. ദെൻ എന്ത് ചെയ്യണം, ഈ ഓരോ ടേമും ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, 1/π ഇന്റഗ്രൽ 0 to π/4. സോ നമ്മൾ സൈൻ തീറ്റേന്റെ കേസിൽ, അതായത് സൈനസോയിഡൽ വേവിന്റെ കേസിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ എന്താ ചെയ്തിരുന്നത്, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് ടേമിൽ Vm sin theta സ്ക്വയർ, അതായത് Vm സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ കിട്ടും. അപ്പൊ സൈൻ സ്ക്വയർ തീറ്റനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്തിരുന്നത്, സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു, യു ഹാവ് സബ്സ്റ്റിറ്റ്യൂട്ട് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2. ഓക്കെ, സിമിലർ മെത്തേഡ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സൈൻ തീറ്റയ്ക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, യു ഹാവ് സബ്സ്റ്റിറ്റ്യൂട്ട് ആസ് 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 പ്ലസ് നെക്സ്റ്റ് ഇന്റർവെൽ കോൺസ്റ്റന്റ് ടേംസ് മാത്രമാണ്, അത് അതുപോലെ എഴുതി. ദെൻ തേർഡ് ഇന്റർവെൽ ഇന്റഗ്രൽ 3π/2 to π/4 Vm സ്ക്വയർ സൈൻ 2 തീറ്റയ്ക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 d തീറ്റ. ഓക്കെ, ദെൻ യു ഹാവ് ടു ഇന്റഗ്രേറ്റ് ഈച്ച് ടേം, അതായത് ഇതിൽ 1/π കോൺസ്റ്റന്റ് അതുപോലെ എഴുതി. ദെൻ ഈ ടേമിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, Vm സ്ക്വയർ കോൺസ്റ്റന്റ് ആൻഡ് 2 കോൺസ്റ്റന്റ്, സോ യു ഹാവ് can take it outside, that is Vm square by 2 into ഇന്റഗ്രൽ എന്ത് വരും, ഇവിടെ 1 ഉണ്ട് മൈനസ് കോസ് 2 തീറ്റ. ഓക്കെ, സോ 1 d തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തീറ്റ വരും, മൈനസ് കോസ് 2 തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ 2 തീറ്റ ബൈ 2. ഓക്കെ, ലിമിറ്റ് അപ്ലൈ ചെയ്യുക 0 to π/4. ദെൻ നെക്സ്റ്റ് ടേം 0.707 സ്ക്വയർ Vm സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. ദെൻ ഇന്റഗ്രൽ d തീറ്റ തീറ്റ ലിമിറ്റ് അപ്ലൈ ചെയ്തു 3π/4 to π/4
പ്ലസ് നെക്സ്റ്റ് ടേം വി എം സ്ക്വയർ ബൈ 2 കോൺസ്റ്റൻറ്റ് ദെൻ 1 മൈനസ് കോസ് 2 തീറ്റ ആണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 1 ഡി തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തീറ്റ ആൻഡ് കോസ് 2 തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ 2 തീറ്റ ബൈ 2 ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഓരോ ടേമിലും ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. 1 ബൈ പൈ വി എം സ്ക്വയർ ബൈ 2 തീറ്റക്ക് ഫസ്റ്റ് യു ഹാവ് ടു അപ്ലൈ അപ്പർ ലിമിറ്റ്. ഇവിടെ അപ്പർ ലിമിറ്റ് പൈ ബൈ 4 ആണ്. സോ പൈ ബൈ 4 മൈനസ് ഇവിടെ എന്ത് വരും? സൈൻ 2 ഇൻറ്റു പൈ ബൈ 4, അതായത് സൈൻ പൈ ബൈ 2 വരും. വാല്യൂ നിങ്ങൾക്ക് 1 കിട്ടും, 1 ബൈ 2. ദെൻ അതുപോലെ ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം, ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ലിമിറ്റ് അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടേണ്ടത്, 0.584. ഓക്കെ, സോ ജസ്റ്റ് നിങ്ങൾ ഈ സ്റ്റെപ്സ് എഴുതിയെടുക്കുക, എന്നിട്ട് സ്വന്തമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് അസൈൻമെൻ്റ് ആയിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ലിൻവൈസിൽ നിന്ന് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ആഡ് ചെയ്യാം. സോ വിത്തിൻ 1 വീക്ക് ഇത് പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് സ്റ്റെപ്സ് ഒക്കെ ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലിൻവൈസിൽ ഞാൻ അസൈൻമെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കാണും. അപ്പോൾ അതിൽ PDF അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. സോ എഴുതിയിട്ട് ഇത് സ്കാൻ ചെയ്തിട്ട് PDF ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ടൈം ലിമിറ്റ് ഇപ്പോൾ 1 വീക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയം വരെ മാത്രമേ നിങ്ങൾക്ക് അതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ക്ലിയർ ആണല്ലോ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്? മെത്തേഡ് ക്ലിയർ ആണല്ലോ? ഐശ്വര്യ, ക്ലിയർ ആണോ? ഓക്കെ, ഇതോടെ സെക്കൻഡ് മൊഡ്യൂള് കംപ്ലീറ്റ് ആയി. സെക്കൻഡ് മൊഡ്യൂളിൽ മെയിനായിട്ട് 3 ടോപ്പിക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ദെൻ ഫസ്റ്റ് നിങ്ങൾ മാഗ്നറ്റിക് സർക്യൂട്ട് പഠിച്ചു, ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ദെൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫണ്ടമെന്റൽസ്. ഓക്കെ, സോ ഇത്രയും ടോപ്പിക്സ് ആണ് സെക്കൻഡ് മൊഡ്യൂളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. സോ ഇനി നിങ്ങൾക്ക് സീരീസ് ഒക്കെ മാറ്റി വെച്ചതുകൊണ്ട് തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. പക്ഷേ സീരീസിന് സെക്കൻഡ് മൊഡ്യൂളിൻ്റെ സൈനുസോയിഡൽ വേവ് ഫോം വരെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതായത് സൈനുസോയിഡലിന് ശേഷം ഞാൻ ട്രയാങ്കുലർ, സോട്ടൂത്ത്, അങ്ങനെ കുറേ വേവ് ഫോംസിൻ്റെ പ്രോബ്ലം ചെയ്യിച്ചിരുന്നു. പക്ഷേ സീരീസ് എക്സാമിന് ആ പ്രോബ്ലംസ് ഉണ്ടാവില്ല. സൈനുസോയിഡൽ ഫംഗ്ഷൻ്റെ RMS ആവറേജ് വാല്യൂ, അതുപോലെ പീക്ക് ഫാക്ടർ, ഫോം ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്ത്. ഓക്കെ, സോ അതുവരെയാണ് സീരീസിന് ഉണ്ടാവുക. അതിനുശേഷം ചെയ്യിച്ച കുറച്ച് വേവ് ഫോംസ് ഉണ്ട്. സോ ആ വേവ് ഫോംസിൻ്റെ ടോപ്പിക്സ് ഉണ്ടാവില്ല. അപ്പോൾ ഈ സെക്കൻഡ് മൊഡ്യൂളും 5th മൊഡ്യൂളാണ് സീരീസിന് ഉണ്ടാവുക. പിന്നെ നെക്സ്റ്റ് മൊഡ്യൂള് തേർഡ് മൊഡ്യൂള് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സാമിന് 5th 2nd നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ സീരീസിൻ്റെ തൊട്ട് മുന്നത്തെ ഒരു ദിവസം ഒരു ക്ലാസ്സിൽ ഞാൻ റിവിഷനായിട്ട് വെക്കാം. അപ്പോൾ അതുവരേക്കും അതിൽ നോക്കിയിട്ട് വരിക. പ്രോബ്ലംസ് ഒക്കെ ഉള്ളതാണ് സെക്കൻഡ് മൊഡ്യൂളിൽ. അപ്പോൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ട് തന്നെ നോക്കുക. RMS ആവറേജ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ മാഗ്നറ്റിക് സർക്യൂട്ടിലും പ്രോബ്ലംസ് ഉണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലും പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, സോ അതൊക്കെ നോക്കിയിട്ട് വരിക. അപ്പോൾ എക്സാമിൻ്റെ മുന്നത്തെ ഒരു ദിവസം നമുക്ക് റിവിഷനായിട്ട് ചെയ്യാം. 5th മൊഡ്യൂൾ ഫുൾ തിയറിയാണ്, അത് നിങ്ങൾക്ക് വായിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളും 5th ഒന്ന് നോക്കുക. ഏതെങ്കിലും ടോപ്പിക് ഇനി ഒന്നുകൂടെ പറയണമെന്നൊക്കെ നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യണം. സോ തേർഡ് മൊഡ്യൂളിൽ വരുന്നത് AC സർക്യൂട്ട്സ് ആണ്. ഓക്കെ, അതായത് DC AC ഉണ്ട്. സോ AC മീൻസ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലും സ്റ്റാർട്ട് ചെയ്തത് AC സർക്യൂട്ടിൻ്റെ ഫണ്ടമെൻ്റൽ, ദാറ്റ് ഈസ് ഹൗ ടു ജനറേറ്റ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓക്കെ, സോ അതാണ് സെക്കൻഡ് മൊഡ്യൂളിൽ സ്റ്റാർട്ട് ചെയ്തത്. ജനറേഷൻ ഓഫ് AC, ദാറ്റ് ഈസ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, ദെൻ AC വേവ് ഫോം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചത്. ഓക്കെ, ഇനി ഇപ്പോൾ തേർഡ് മൊഡ്യൂളിൽ വരുന്നത് ഇതൊക്കെയാണ്. അതായത് AC സർക്യൂട്ട്സ്, ദാറ്റ് ഈസ്
different forms of representation of sinusoidal quantities. Phasor representation of sinusoidal quantities, that is trigonometric form, rectangular, polar and complex form. Okay, so different forms of representation. Then analysis of AC circuits, അതായത് AC സർക്യൂട്ടിൽ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് റെസിസ്റ്റർ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലൊക്കെ പഠിച്ച എന്താണ്, മെഷും നോഡ് അനാലിസിസിലൊക്കെ DC അനാലിസിസ് ആണ്. ഓക്കെ, സോ DC മീൻസ് അവിടെ നിങ്ങൾക്ക് റെസിസ്റ്റർ കമ്പോണൻസ്, റെസിസ്റ്റർ മാത്രമേ വരുള്ളൂ. അതുപോലെ റെസിസ്റ്റർ കമ്പോണൻസ്, പിന്നെ ഇതിൽ വരുന്നത് വോൾട്ടേജ് സോഴ്സ് ആൻഡ് കറണ്ട് സോഴ്സ്, അതായത് DC വോൾട്ടേജ് സോഴ്സ് ആൻഡ് കറണ്ട് സോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് AC സർക്യൂട്ടിൻ്റെ അനാലിസിസ് ആണ്. അപ്പോൾ AC സർക്യൂട്ട് മീൻസ് അതിൽ എന്തൊക്കെ വരും, ഇൻഡക്ടർ കമ്പോണൻസ് ആയിട്ട് റെസിസ്റ്റർ വരും, ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ. ഓക്കെ, സോ ഇത്രയും കമ്പോണൻസിന് അക്രോസ് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, AC വോൾട്ടേജ് അല്ലെങ്കിൽ AC കറണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സർക്യൂട്ടിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അധികം വലിയ വലിയ സർക്യൂട്ട്സ് ഒന്നും പഠിക്കാനില്ല. സിമ്പിൾ AC സർക്യൂട്ട് ആണ്, അതായത് പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ട്, ഇൻഡക്റ്റീവ് ആൻഡ് കപ്പാസിറ്റീവ് സർക്യൂട്ട്. Then what is reactance, then concept of impedance, average power and power factors. Then analysis of RL, RC and RLC series circuits. Then അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള പവർ, then അതിൻ്റെ റിലേറ്റഡ് പ്രോബ്ലംസ്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞാൽ നമ്മൾ സിംഗിൾ ഫേസ് AC ജനറേഷൻ ആണ് സെക്കൻഡ് മൊഡ്യൂൾ മുതലേ പഠിക്കുന്നത്. ഓക്കെ, സോ ഹൗ ടു ജനറേറ്റ് സിംഗിൾ ഫേസ് AC. സോ ഇനി ഇതിൽ നെക്സ്റ്റ് ടോപ്പിക് തേർഡ് മൊഡ്യൂളിൽ വരുന്നത് 3 phase AC ആണ്. Okay, so how we are generating 3 phase AC, then what are the 3 phase AC connections, then അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്. ഓക്കെ, സോ ഇത്രയും ടോപ്പിക്സ് ആണ് തേർഡ് മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ വരുന്നത് ഫേസർ റെപ്രസെൻറ്റേഷൻ ഓഫ് സൈനുസോയിഡൽ ക്വാണ്ടിറ്റീസ്. വാട്ട് ആർ ദി മെത്തേഡ്സ് ഓഫ് റെപ്രസെൻറ്റിങ് സൈനുസോയിഡൽ ക്വാണ്ടിറ്റീസ്, വാട്ട് ഈസ് മെൻ ബൈ എ ഫേസർ. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫേസർ റെപ്രസെൻറ്റേഷൻ ഓഫ് ക്വാണ്ടിറ്റി, അതായത് നമ്മളിപ്പം ഒരു സൈനുസോയിഡൽ വേവ് ഫോം ആണെങ്കിൽ സൈനുസോയിഡൽ വേവ് ഫോമിന് ഇക്വേഷൻ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, സോ ഇക്വേഷൻ ഫോമിലാണെങ്കിൽ സൈനുസോയിഡൽ വേവ് ഫോമിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, V ഈക്വൽ ടു VM സൈൻ ഒമേഗ ടി. ഓക്കെ, ഇതാണ് സൈനുസോയിഡൽ ഇക്വേഷൻ. ഒരു വേവ് ഫോം, വോൾട്ടേജ് വേവ് ഫോം ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആണ് ഇത്, ദാറ്റ് ഈസ് VM സൈൻ ഒമേഗ ടി. ഓക്കെ, ഇനി നിങ്ങൾ ഇതിനെ വേവ് ഫോമിലാണ് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ഒമേഗ ടി വേരിയബിൾ, then this is the waveform representation. Okay, so when omega t equal to 0 you will get 0. When omega t value increases you will get maximum value up to 1, sorry, maximum value up to VM. Okay, then value decreases. So this is the waveform representation. Okay, അപ്പോൾ സൈനുസോയിഡൽ വോൾട്ടേജ് ആണെങ്കിലും കറണ്ട് ആണെങ്കിലും ഇതാണ് ഇക്വേഷൻ ഫോമിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് വേവ് ഫോം റെപ്രസെൻറ്റേഷൻ ആണ്. ഓക്കെ, ഇനി ഈ തന്നിരിക്കുന്ന വേവ് ഫോമിനെ അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ റെപ്രസെൻറ്റേഷന് ഹൗ ടു റെപ്രസെൻറ്റ് ഇൻ ഫേസർ ഫോം. ഓക്കെ, സോ എന്താണ് ഫേസർ എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഒരു ഇക്വേഷൻ നമ്മൾ ഫേസർ ഫോമിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഫേസർ മീൻസ് ഇറ്റ്സ് എ വെക്റ്റർ, അതായത് ഒരു റൊട്ടേറ്റിംഗ് വെക്ടർ ആണ്. സോ നിങ്ങൾ സ്കാലാർ ക്വാണ്ടിറ്റിയും വെക്ടർ ക്വാണ്ടിറ്റിയും പഠിച്ചിട്ടുണ്ടാവും. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്കാലാർ ക്വാണ്ടിറ്റി ആൻഡ് വെക്ടർ ക്വാണ്ടിറ്റി? എന്താണ് സ്കാലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ, എന്താണ് വെക്ടർ ക്വാണ്ടിറ്റി? ഫിസിക്സിൽ പഠിക്കുന്നതല്ലേ സ്കാലാർ ആൻഡ് വെക്ടർ ക്വാണ്ടിറ്റി. ആർക്കും അറിയില്ല എന്താ സ്കാലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫോഴ്സ്, വർക്കൊക്കെ ഫിസിക്സിൽ പഠിക്കും, പക്ഷെ ഡയറക്ഷൻ ഇല്ലാത്ത. ഓക്കെ, സോ സ്കാലാർ ക്വാണ്ടിറ്റി മീൻസ് അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഡയറക്ഷൻ വരില്ല. ദെൻ വെക്ടർ ക്വാണ്ടിറ്റി മീൻസ് ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഓക്കെ, സോ ഫേസർ എന്ന് പറയുന്നത് ഒരു വെക്ടർ ആണ്.
വെക്ടർ മീൻസ് ഒരു റൊട്ടേറ്റിംഗ് വെക്ടർ, ഒരു ഫിക്സഡ് ഫ്രീക്വൻസിയിൽ. അതായത് ഇപ്പം നമ്മളെ വേവ് ഫോം എങ്ങനെയാണ്, വോൾട്ടേജ് വേവ് ഫോം വി ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി ആണ്. സോ ഇവിടെ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്, ആംഗുലാർ ഫ്രീക്വൻസി ആണ്. ഓക്കെ, സോ ആംഗുലാർ ഫ്രീക്വൻസി ആണ് ഒമേഗ. ഓക്കെ, സോ ഒമേഗ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു വെക്ടറിനെയാണ് നമ്മൾ ഫേസർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ഫേസറിന്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. സോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ക്ലോക്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഇത് റൊട്ടേഷൻ വരുന്നത്, ഈ ഡയറക്ഷനിലാണ്. ഓക്കെ, സോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനെയാണ് നമ്മൾ എന്താ പറയുക, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതായത് ക്ലോക്കിൽ എങ്ങനെയാണോ അതിൻ്റെ ഹാൻഡിൽ മൂവ് ചെയ്യുന്നത്, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ ക്ലോക്കിലെ ഹാൻഡിൽ മൂവ്മെൻറ്റിനെ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയും. ദെൻ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനെയാണ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, so phasor means it's a vector rotating in anti-clockwise direction with a velocity or frequency of omega. ഓക്കെ, ഒമേഗ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു വെക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫേസർ എന്ന് പറയുന്നത്. അതായത് വെക്ടറിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക, ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, ഡയറക്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഒറിജിൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് മുതൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്, ഇതാണ് ഇതിൻ്റെ വെക്ടർ. സോ റൊട്ടേറ്റ് ചെയ്യുക മീൻസ് ഓരോ പർട്ടിക്കുലർ പോയിന്റിലും ഇതിന് ഓരോ പൊസിഷനിലാണ് വരും. ഓക്കെ, സോ അറ്റ് ദിസ് ടൈം ഒമേഗ ടി ഈക്വൾ ടു 0 ആകുമ്പം ഇവിടെ വരും. ദെൻ ഇത് ഇൻക്രീസ് ചെയ്ത് ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് ഒമേഗ സ്പീഡിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇങ്ങോട്ടേക്ക് വരും. ദെൻ അഗെയിൻ റൊട്ടേറ്റ് ചെയ്ത് വേറൊരു പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും ഈ വെക്ടർ ഇങ്ങനെ വരും. ഓക്കെ, സോ ഫേസർ മീൻസ് ഇറ്റ്സ് എ റൊട്ടേറ്റിംഗ് വെക്ടർ റൊട്ടേറ്റിംഗ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വിത്ത് എ ഫ്രീക്വൻസി ഒമേഗ. ഓക്കെ, സോ അതാണ് വെക്ടർ ഫേസർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി. ഓക്കെ, സോ ഒരു ഫേസർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു സൈനുസോയിഡൽ ഇക്വേഷൻ അല്ലെങ്കിൽ സൈനുസോയിഡൽ വേവ് ഫോമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫേസർ റെപ്രസെൻറ്റേഷൻ ഓഫ് ക്വാണ്ടിറ്റി. സോ ബേസിക്കലി എ റൊട്ടേറ്റിംഗ് വെക്ടറിനെയാണ് എന്ത് പറയുന്നത്, ഫേസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫേസർ മീൻസ് എ റൊട്ടേറ്റിംഗ് വെക്ടർ. It's a scaled line represents an AC quantity that has both magnitude and direction. Okay, അപ്പോൾ അതായത് എ സി ക്വാണ്ടിറ്റീൻ്റെ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അതായത് വോൾട്ടേജ് ഇപ്പം വി എം സൈൻ ഒമേഗ ടി ആണ്. ഓക്കെ, സോ വി എം സൈൻ ഒമേഗ ടിയിൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണെന്ന് പറയുന്നത് പീക്ക് വാല്യൂ ആണ് വി എം. ഓക്കെ, സോ ഈ പീക്ക് വാല്യൂ എത്രയാണോ ആ പീക്ക് വാല്യൂ ആയിരിക്കും ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് വി എം magnitude. Okay, so a phasor is a rotating vector and its magnitude is peak amplitude. Okay, so അതായത് ഒരു വെക്ടറിനെയാണ് phasor എന്ന് പറയുന്നത്. ബേസിക്കലി ഇറ്റ്സ് എ വെക്ടർ rotating in anti-clockwise direction and the magnitude of that vector is equal to maximum value of the AC quantity. ഓക്കെ, അത്രയും ക്ലിയർ ആയോ? അപ്പോൾ ഒരു ഫേസർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ റൊട്ടേറ്റിംഗ് വെക്ടർ റൊട്ടേറ്റിംഗ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആൻഡ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദാറ്റ് വെക്ടർ ഈസ് ഈക്വൽ ടു മാക്സിമം വാല്യൂ ഓഫ് എ സി ക്വാണ്ടിറ്റി. അതായത് ഇപ്പം വോൾട്ടേജ് വേവ് ഫോമിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് വി എം ആണ്. ഓക്കെ, അപ്പോൾ ഈ വി എം സൈൻ ഒമേഗ ടീനെ ഒരു ഫേസർ യൂസ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ആ ഫേസറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു വെക്ടറാണ്. ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് വി എം മാഗ്നിറ്റ്യൂഡിലുള്ള ഒരു വെക്ടർ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. സോ അതാണ് അതിൻ്റെ ഒരു ഫേസർ എന്ന് പറയുന്നത്. ദെൻ ദി വെക്ടേഴ്സ് ആർ അസ്യൂംഡ് ടു പിവറ്റഡ് വൺ എൻഡ് അറൗണ്ട് എ ഫിക്സഡ് 0 പോയിന്റ് നോൺ ആസ് പോയിന്റ് ഓഫ് ഒറിജിൻ. അതായത് ഈ വെക്ടറിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, വിത്ത് റെസ്പെക്ട് ടു ഒരു ഒറിജിൻ ആണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിനെ നമ്മൾ ഒറിജിനായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഈ വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ് ആണ് ഈ വെക്ടർ എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, so vectors are assumed to pivot at one end around a fixed 0 point known as the point of origin, while the arrowed end represents the quantity freely rotates in anti-clockwise direction at an angular velocity omega of 1 full revolution for every cycle. This anti-clockwise rotation of the vector is considered to be positive direction. Okay, so ഇത്രയും കാര്യങ്ങളൊന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കുക. Phasor means it's a rotating vector and the magnitude of that vector is equal to maximum value of sinusoidal quantity and this vector is rotating in anti-clockwise direction. Okay, fixed at a point. അതായത് ഒരു പോയിന്റ് ഒറിജിനായിട്ട് എടുത്തിട്ട് ഈ വെക്ടർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ വി എം സൈൻ ഒമേഗ ടി എന്ന് പറയുന്ന വേവ് ഫോം ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ ആകുമ്പോഴത്തേക്കും,
അതായത് ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും ആണ്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ ആകുമ്പോഴത്തേക്ക് എന്താവും, ഈ വെക്ടർ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, സോ അതായത് ഈ സൈനുസോയിഡൽ ക്വാണ്ടിറ്റീൻ്റെ ഒരു ഫുൾ സൈക്കിള് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒരു വെക്ടർ 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്തിട്ടാണ്. അതായത് നിങ്ങൾക്ക് ഫിഗർ കാണുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, സോ ഇതാണ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഈ ഒരു സൈനുസോയിഡൽ ക്വാണ്ടിറ്റീനെ നമ്മൾ ഫേസർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് വി എം സൈൻ ഒമേഗ ടി ഓർ ഐ എം സൈൻ ഒമേഗ ടി. അതായത് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു കറണ്ട് വേവ് ഫോം ആണ്. ഓക്കെ, സോ കറണ്ട് വേവ് ഫോമിന് ഇറ്റ് ഹാസ് എ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. ഓക്കെ, സോ ഈ കറണ്ട് വേവ് ഫോമിൻ്റെ ഓരോ പോയിന്റിനും ഈ ഫേസർ യൂസ് ചെയ്തിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഫേസർ എന്ന് പറയുന്നത് എന്താണ്, ഒരു വെക്ടറാണ്. അപ്പോൾ വെക്ടറിൻ്റെ ഒറിജിനൽ പോയിന്റ് ആണ് ഒ ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ദെൻ ഇതിൻ്റെ മാക്സിമം വാല്യൂ ഐ ആണ്. അപ്പോൾ മാക്സിമം വാല്യൂ, വെക്ടറിൻ്റെ വാല്യൂ എന്താ, മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും, ഐ എം ആയിരിക്കും ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അതായത് ഇവിടെ മാക്സിമം വാല്യൂ ഐ എം ആണ്. ഓക്കെ, സോ ഈ ഫേസർ, ഈ വെക്ടർ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഓരോ പർട്ടിക്കുലർ പോയിന്റിലും ഈ വെക്ടർ ഓരോ പൊസിഷനിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഓരോ പൊസിഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്, ഈ വേവ് ഫോമിലെ ഓരോ പോയിന്റ്സിനെയാണ് ഈ ഫേസർ ഓരോ പൊസിഷനിലും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് ഈ ഒരു പോയിന്റിൽ, അതായത് വെൻ തീറ്റ ഈക്വൽ ടു 0, ഇവിടെ എന്താണ് മാഗ്നിറ്റ്യൂഡ് വരുന്നത് 0 ആണ്. ഓക്കെ, അപ്പം നമ്മുടെ വേവ് ഫോമിൻ്റെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ഐ എം സൈൻ ഒമേഗ ടി ഓർ സൈൻ തീറ്റ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എന്താണ്, തീറ്റ വാല്യൂ 0. അതായത് തീറ്റക്ക് 0 കൊടുക്കുമ്പോൾ എന്ത് വരും, ഐ എം ഇൻറ്റു സൈൻ 0 0. അതാണ് ഈ പർട്ടിക്കുലർ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിനെ നമ്മൾ ഇതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കുമ്പോൾ ഇത് എവിടെയാണ് കിട്ടുക, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ്. ഓക്കെ, സോ ഈ പർട്ടിക്കുലർ പോയിന്റ് മീൻസ് എന്താണ്, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഐ എം ആണ്. ദെൻ ആംഗിൾ എന്താണ്, വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിന്റ് ആണ് നമ്മൾ ആംഗിൾ നോക്കുക. അപ്പോൾ ഇവിടെ തന്നെയല്ലേ ഇത് വരച്ചിരിക്കുന്നത്. സോ ആംഗിൾ തീറ്റ ഈക്വൽ ടു എന്ത് വരും, 0 വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ്, കറസ്പോണ്ടിങ് പോയിന്റ്, ഈ പോയിന്റിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഐ എം സൈൻ 0 എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഐ എം സൈൻ 0നെയാണ് ഈ ഒരു ലൈന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് ഐ എം മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ദെൻ ആംഗിൾ 0. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു തീറ്റ എന്ന് പറയുന്ന പോയിന്റിൽ എടുക്കുകയാണ്. അപ്പോൾ തീറ്റ എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് ഇത്. ഓക്കെ, സോ ആ വാല്യൂ ഒന്ന് നേരെ നമ്മൾ ഈ സർക്കിളിലേക്ക് മാർക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ വരുന്നത് ഈ ഒരു പോയിന്റിലാണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ, ഇപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിൽ ഈ പി എന്ന് പറയുന്ന പോയിന്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഇവിടുത്തെ എ എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ് ഇവിടുന്ന് ഒറിജിൻ എയിലേക്ക് ഒരു ഫേസർ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും, ഐ എം ആണ്. ദെൻ ഇതിൻ്റെ ആംഗിൾ ഇവിടുന്ന് എത്രയാണ് വരിക, വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ ആംഗിൾ തീറ്റ. ഓക്കെ, അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഇതിൽ ഈ ഒരു പോയിന്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഐ എം സൈൻ തീറ്റ. ഓക്കെ, ഇനി ഇവിടുത്തെ മാക്സിമം വാല്യൂ എന്ന് നോക്കാം. അപ്പോൾ മാക്സിമം വാല്യൂ ഇവിടത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എവിടെ കിട്ടും, ഇവിടെ കിട്ടും. ഓക്കെ, സോ ഈ മാക്സിമത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒരു ഫേസർ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഫേസർ എങ്ങനെയാണ്, ഈ മാക്സിമം വാല്യൂ എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഐ എം സൈൻ 90 ആണ്. ഓക്കെ, ഐ എം സൈൻ 90 ഈ മാക്സിമം പോയിന്റ്, അതായത് തീറ്റ വാല്യൂ 90 ആണ്. അപ്പോൾ ഇവിടത്തേക്ക് എടുക്കുമ്പോൾ നോക്കുക, ഈ ഫേസർ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ വരുന്നത്, മാഗ്നിറ്റ്യൂഡ് ഐ എം ആണ്. ദെൻ തീറ്റ എത്ര വരും, ഇവിടെ നിന്നാണ് നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുന്നത്. ഇവിടെ നിന്ന് മെഷർ ചെയ്ത് ഇവിടത്തേക്കും ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഈ സൈനുസോയിഡൽ ക്വാണ്ടിറ്റിയിലെ ഓരോ പോയിന്റിനെയും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് മാക്സിമം മാഗ്നിറ്റ്യൂഡും ദെൻ ഫേസ് ആംഗിളും വെച്ചിട്ട് ഒരു റൊട്ടേറ്റിംഗ് വെക്ടർ യൂസ് ചെയ്തിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ആ ഒരു റെപ്രസെൻറ്റേഷനെയാണ് ഫേസർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ വരച്ചെടുക്കുക. അപ്പോൾ ഇത് വരച്ചെടുത്താൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. അതായത് ഇതാണ് നമ്മുടെ സൈനുസോയിഡൽ വേവ് ഫോം. ഈ സൈനുസോയിഡൽ വേവ് ഫോമിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ഫേസർ റെപ്രസെൻറ്റേഷനാണ് ഇത്. അപ്പോൾ ഫേസർ റെപ്രസെൻറ്റേഷനിൽ വരുന്നത് മാഗ്നിറ്റ്യൂഡ്, മാക്സിമം മാഗ്നിറ്റ്യൂഡ് മാർക്ക് ചെയ്യും. ദെൻ ഓരോ പോയിന്റിലെയും ആംഗിൾ എത്രയാണോ ആ ആംഗിൾ ഈ ഒറിജിനൽ പോയിന്റ്, ഇതാണ് നമ്മുടെ റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്.
ഈ ഒരു ലൈനാണ് റെഫറൻസ് പോയിന്റ്. ഓക്കെ, സോ ഈ റെഫറൻസ് പോയിന്റിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് ഇവിടെ എത്രയാണോ ആംഗിൾ, ഇവിടെ ഇപ്പോൾ തീറ്റ വരുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് തീറ്റ എടുക്കും. ഇവിടെ π/2 വരുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ π/2. ഇനി ഇവിടെ പൈ വരുമ്പോഴെന്താവും, പൈ എന്ന് പറഞ്ഞാൽ എത്ര, 180 ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടുന്ന് 180 ഡിഗ്രി മെഷർ ചെയ്യുമ്പോൾ പോയിന്റ് എവിടെ എത്തും, ഇവിടെ എത്തും. ഓക്കെ, സോ ഈ ഒരു ഫേസർ ആണ് ഏത് പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട്, പൈ എന്ന് പറഞ്ഞ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ഈ പോയിന്റ് ഏതാണ്, IM sin π ആണ്. ഓക്കെ, സോ മാഗ്നിറ്റ്യൂഡ് IM, ദെൻ ആംഗിൾ എത്രയാണ് വരുന്നത്, പൈ, അതായത് ഇവിടുന്ന് മെഷർ ചെയ്യുമ്പോൾ ഇവിടത്തേക്കുള്ള ആംഗിൾ പൈ ആണ് വരുന്നത്. ഓക്കെ, സോ ഇതാണ് ഒരു വേവ് ഫോമിന്റെ ഫേസർ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്, സൈനുസോയിഡൽ ക്വാണ്ടിറ്റീൻ്റെ. ഓക്കെ, ഫേസർ മീൻസ് എ റൊട്ടേറ്റിംഗ് വെക്ടർ that is rotating in anti-clockwise direction, then its magnitude is equal to maximum magnitude of sinusoidal quantity, and the angle represents the angle at that particular point. Okay, അതായത് ഇപ്പോൾ തീറ്റ ആകുമ്പോൾ തീറ്റ. സോ ഇതാണ് ഒരു സൈനുസോയിഡൽ ക്വാണ്ടിറ്റീൻ്റെ ഫേസർ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഒരു വെക്ടർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ സൈനുസോയിഡൽ ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു റൊട്ടേറ്റിംഗ് വെക്ടർ യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്ത് സി, ഇവിടെ എത്തുമ്പോഴെന്തായി, ഈ ഒരു പോയിന്റിലെത്തി. ഇനി അഗെയിൻ നോക്കും, ഇവിടെ എത്തുമ്പോഴെന്തായി, ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് സീറോനെയാണ്. ദെൻ ഈ റൊട്ടേറ്റിംഗ് ഇങ്ങനെ വരുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്തു, മാക്സിമം വന്നു. ദെൻ നെഗറ്റീവ് സൈഡ് ഒരു കംപ്ലീറ്റ് സൈക്കിൾ ആകുമ്പോഴത്തേക്കും എന്തായി, 1 റെവല്യൂഷൻ, 360 ഡിഗ്രി റെവല്യൂഷൻ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ഈ റൊട്ടേറ്റിംഗ് വെക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫേസർ എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ്, ഇതിൻ്റെ മാക്സിമം മാഗ്നിറ്റ്യൂഡും ഓരോ പോയിന്റിലും ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്രയാണോ വരുന്നത് അതിൻ്റെ ആംഗിൾ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് ദി ഫേസർ റെപ്രസെൻറ്റേഷൻ ഓഫ് എ സൈനുസോയിഡൽ ക്വാണ്ടിറ്റി. സോ ക്ലിയർ ആണോ ഫേസർ റെപ്രസെൻറ്റേഷൻ? അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. അതായത് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ ഇതുണ്ടോ, ഈ വെക്ടർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പോൾ ഓരോ പോയിന്റും ഡിനോട്ട് ചെയ്യുന്നത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്കുക, മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്ത് വരികയാണ്. അതായത് നമ്മുടെ സൈനുസോയിഡൽ ക്വാണ്ടിറ്റി ഇവിടെ എത്തുമ്പോൾ മാക്സിമം ആയി, ദെൻ ഡിക്രീസ് ചെയ്തു, അഗെയിൻ ഈ ഒരു പോയിന്റ് എത്തി, ദെൻ ഇവിടെ എത്തുമ്പോൾ ഏതാണ്, അഗെയിൻ സീറോ ആയി, ദെൻ ഇൻക്രീസ് ചെയ്ത് വന്നു, മാക്സിമത്തിലെത്തി, പിന്നെയും ഡിക്രീസ് ചെയ്തു, നെഗറ്റീവ് സൈഡിലേക്ക് പോകുന്നു, നെഗറ്റീവ് വാല്യൂ എത്തി. ഒരു കംപ്ലീറ്റ് സൈക്കിള് സീറോ മുതൽ മാക്സിമം എത്തി, ദെൻ ഡിക്രീസ് ചെയ്ത് അഗെയിൻ സീറോ, നെഗറ്റീവ് ആകുമ്പോഴത്തേക്ക് എന്തായി, ഒരു 360 ഡിഗ്രി റെവല്യൂഷൻ ആണ് കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, സോ ഒരു സൈനുസോയിഡലിൻ്റെ 0 to 360 ഡിഗ്രി റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താവും, ഇവിടെ ഫേസർ 360 ഡിഗ്രി, അതായത് ഈ കംപ്ലീറ്റ് ഒരു സർക്കിൾ എന്ന് പറയുമ്പോൾ 360 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇവിടുത്തെ സൈനുസോയിഡൽ വേവ് ഫോമിൻ്റെ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ഇവിടെ ഒരു 360 ഡിഗ്രി റൊട്ടേഷൻ കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇതാണ് ഫേസർ റെപ്രസെൻറ്റേഷൻ. ക്ലിയർ ആണല്ലോ ഫേസർ റെപ്രസെൻറ്റേഷൻ? ഓക്കെ, സോ ഇതിൽ നമ്മൾ ഓരോ ക്വാണ്ടിറ്റീസ്, അതായത് ഈ വെക്ടർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകുന്നു, ഓരോ പോയിന്റും മൂവ് ചെയ്ത് പോകുന്നതിനനുസരിച്ചിട്ട് ഈ ഓരോ പോയിന്റും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകുന്നു. അത് തന്നെയാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഓരോ പോയിന്റ് കഴിയുമ്പോഴും, അതായത് ഓരോ പർട്ടിക്കുലർ പോയിന്റിനും ഈ വെക്ടർ ഓരോ പൊസിഷനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഫേസ് ഡിഫറൻസ് ആൻഡ് ഫേസ് ഇക്വേഷൻ ആണ് നെക്സ്റ്റ് ടോപ്പിക്, അത് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യും.